നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നവ്യയുടെ മനസ്സിലെ മാക്സിമം ചൂട് പിടിപ്പിക്കുന്നുണ്ട്. നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആദർശിനെ സംഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം. സന്തോഷിക്കാനുള്ള സമയമാണ്. ഇത് നന്നായിട്ടൊന്ന് ആഘോഷിക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് നവ്യയുടെ അടുത്തേക്ക് ജലജ വരുന്നുണ്ട്. ജലജ വന്നിട്ട് ചോദിച്ചു, മോളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? എല്ലാം അറിഞ്ഞായിരുന്നു അമ്മേ. എനിക്ക് എന്തായാലും സന്തോഷമായി മോളെ. നിന്നെ എന്നെയൊക്കെ കണ്ണീര് കുടിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷ അവർക്കെന്ന് പറയാം. നവ്യ പറഞ്ഞു, ഞാനിത് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയണം. നമുക്കായിട്ട് ദൈവം ഒരു അവസരം ഒരുക്കി തന്നിരിക്കുന്നതല്ലേ. ജലജ പറഞ്ഞു, എല്ലാവരുടെയും മുന്നിലുള്ള ആഘോഷമൊന്നും വേണ്ട, അറിയാലോ. അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം നമ്മളോട് സംശയം തോന്നും, ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നുമായിരിക്കും. ദേഷ്യം തോന്നട്ടെ അമ്മേ, അതിനെന്താ. ഞാനും അമ്മ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയിലിൽ പോയ സമയത്തൊക്കെ ഇവിടെ ബാക്കിയുള്ളതെല്ലാം ചിരിക്കുമായിരുന്നല്ലോ. ഇനിയിപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പരസ്യത്തിലൊക്കെ പോയി അഭിനയിക്കാം. കിട്ടേണ്ടവർക്കൊക്കെ നല്ല ശിക്ഷയൊക്കെ കിട്ടിയല്ലോ എന്നൊക്കെ നബി പറയാണ്. ജലജിക്ക് സമാധാനമായി. ഇവളുടെ തൽക്കാലത്തേക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. എന്താണെങ്കിലും ഇവളുടെ ജീവിതം തകരുമെന്ന് ഓർത്തിട്ട് അബിയെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും ഈ പറയുന്ന ദേവേനയോ അല്ലെങ്കിൽ നയനയോ ആരും പറയാനിട്ട് പോകുന്നില്ല. ആ ഒരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിലുണ്ടായിരുന്നേ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്നൊക്കെ ചിന്തിച്ചു. പിന്നീട് നവ്യ പിറ്റേ ദിവസം AM ജ്വല്ലറിയുടെ പരസ്യത്തിനായിട്ട് വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ ജ്വല്ലറി പരസ്യത്തിന് പോയെന്നുള്ളത് ദേവേന അറിഞ്ഞു. ദേവേനയ്ക്ക് മനസ്സിലായി ഇത് ജലജ അബിയും കൂടെ മനഃപൂർവ്വം ചെയ്തു വെച്ചിരിക്കുന്ന പണിയാണ്. അവര് നവ്യനെ പിരികേറ്റി പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നവ്യ ഒരിക്കലും ഇങ്ങനെ പോകത്തില്ല. അവരുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാ പോയിരിക്കുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ദേവേനിക്ക് സഹിച്ചില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. ദേവേനി ജലജയുടെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ദേവേനെ എന്നിട്ട് പറഞ്ഞു, അപ്പം നിനക്കൊരു മാറ്റമില്ലല്ലേ ജലജയെന്ന് ചോദിച്ചു. മാറ്റം എന്താ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണേ? ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ മരുമോളെ നീ അടക്കി നിർത്തണമെന്ന്. എന്നിട്ടോ അവൾ അവളുടെ തോന്നിയാസല്ലേ ഇപ്പം നടക്കണേ എന്ന് ചോദിച്ചു. എടുത്താലും ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാന്നോ? അവള് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുക. ആരുടെ പരസ്യത്തിലാന്ന് എന്താന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ. എന്നെ കൊണ്ടിൽ കൂടുതൽ പറയിപ്പിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതിനെ ഏട്ടത്തി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ ഇഷ്ടമല്ലേ. അവളുടെ ഇഷ്ടമാണ് പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നാണ്ടല്ലോ പിന്നെ ഉള്ള സത്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അവളെ മര്യാദയ്ക്ക് വീട്ടിൽ പിടിച്ചിരുത്തിക്കണം. അല്ലെങ്കിൽ അവള് സത്യങ്ങളൊക്കെ അറിയും, ചന്തുമോളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ അന്നേ പറഞ്ഞ നീ ഇനി എന്റെ അടിമയായിരിക്കുമെന്ന്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, തൽക്കാലത്തേക്ക് ഈ വീട്ടിലെ പണികളും മൊത്തം ഇന്ന് നീ തന്നെ ചെയ്യണമെന്ന് പറയാ. ഞാൻ തന്നെയോ? അല്ലാതെ പിന്നെ വേറെ ആരാ ചെയ്യുന്നേ? നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് അബിയോട് പറഞ്ഞു, നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ നീ പഠിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെ പിന്നെ നിന്നെ അവൾ ഇവിടെയിട്ട് വലിച്ചു കീറത്തുള്ളൂ. അത് ഞങ്ങൾ കാണേണ്ടതായിട്ട് വരും. നിന്റെ ജീവിതം തീരണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഞങ്ങൾ അവളോട് സത്യങ്ങളൊക്കെ പറയാതിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള അവളുടെ പോക്കാണെങ്കിൽ ഞങ്ങൾ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായിട്ട് വരും. മര്യാദയ്ക്ക് അവളെ അടക്കി ഒതുക്കി വീട്ടിൽ കയറ്റിയിരുത്തുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല രീതിയിലുള്ള പരസ്യത്തിലേക്ക് അഭിനയിക്കാൻ പോകാൻ പറയണം. ഇത് അവളുടെ തോന്നിയാസമല്ലേ അവൾ നടക്കുന്നേ. നിനക്കും നിന്റെ അമ്മയ്ക്ക് പിന്നെ പൈസ കിട്ടിയാൽ മതിയല്ലോ, എന്തൊക്കെ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അത് പിന്നെ അമ്മായി ഞാൻ അവളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൾ അവളുടെ ഇഷ്ടത്തിന് പോയിരിക്കുക. അവളെ എനിക്ക് എതിർക്കാനൊന്നും പറ്റില്ല. പിന്നെ നിന്നെ എനിക്ക് അറിയരുതോടാ അബി. നീയും നിന്റെ അമ്മയും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ പ്ലാനുകളാണ് നടത്തുന്നതെന്ന് എനിക്കറിയാം. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതും പറഞ്ഞിട്ട് ദേവേനയും കൂടെ കയറിപ്പോയി. ആ സമയം ജലജ അബിയോട് പറഞ്ഞു, നീ ഒറ്റ എല്ലാത്തിനും കാരണം. നീ കാരണം ഇപ്പം ഞാൻ ഈ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നേ. കണ്ടില്ലേ, എന്നോടെല്ലാ ജോലികളും ചെയ്തോളാൻ ഞാൻ ഈ വീട്ടിലെ അടിമയാന്ന്. നമ്മൾ പുറമ്പോക്കളാന്ന് നേരത്തെ പറയൂല്ലോ. ഇപ്പൊ ഏട്ടത്തിന്റെ നാവിന്ന് തന്നെ വീണില്ലേ നമ്മൾ പുറമ്പോക്കളാന്ന്. ഇതിൽ കൂടുതൽ എന്ത് വേണോടാ? ഇങ്ങനെ ഇവിടെ താമസിക്കുന്നേക്കാളും ഭേദം എങ്ങോട്ടല്ലേ ഇറങ്ങിപ്പോന്ന. പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂന്ന് ഓർത്തിട്ട് മാത്രം. അബി പറഞ്ഞ്, പേടിക്കണ്ടമ്മേ, നമുക്ക് സന്തോഷമുള്ളൊരു വാർത്ത കിട്ടിയില്ലേ. ഇനിയിപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടിരിക്കും. അവർക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കും. AM ജ്വല്ലറി ഉണ്ടല്ലോ കത്തി കയറിക്കൊണ്ടിരിക്കുക. ആനന്ദപുരി പതുക്കെ താഴേക്ക് വരും. മൂർത്തി ജ്വല്ലറിയുടെ മേന്മയൊക്കെ ഇനി പോകാനായിട്ട് പോവാ. അമ്മ കണ്ടു, അധികം വൈകാതെ അതെന്നെ സംഭവിക്കും. ഇവരെല്ലാവരും ഇവിടെ കിടന്ന് നിലവിളിക്കും. അല്ലട മോനെ, ഇവിടെ ആരെങ്കിലും ഇതുവരെയായിട്ട് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നല്ലേ? ആദർശ് ജയിലില്ല എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ലമ്മേ.
ഏ, അധികം വൈകാതെ തന്നെ അറിയൂന്ന് പറയണേ. ജയനും അജയനും ഒക്കെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അഭി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ജയനും അജയനും അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അജയനൊക്കെ. കാരണം ആദർശ് ജയിലിലാണ്. അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട്. പറയാതിരിക്കാനും പറ്റാത്തൊരു സ്ഥിതിയിലാണ് കാര്യങ്ങളൊക്കെ. പിന്നീട് അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് വന്നു. മുത്തശ്ശൻ വന്നിട്ട് ആദർശിനെ കുറിച്ചൊക്കെ പറയാണ്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അതെ, ആദർശ് വിളിച്ചില്ലെന്ന് ഓർത്തോണ്ട് ഞാൻ നയനമോളോട് പറഞ്ഞു വിഷമിക്കണ്ടെന്ന്. ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ജയന് പറയണമെന്നുണ്ട്, കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? പിന്നീട് അജയൻ പറഞ്ഞു, അച്ഛാ അത് പിന്നെ എം ജ്വല്ലറി ഗൾഫിൽ ഇപ്പം നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് അറിയാൻ കഴിഞ്ഞേ. അത് മാത്രമല്ല അവരിപ്പോൾ ഇവിടേക്കും വന്നിട്ടുണ്ട്, ഇവിടെ നമുക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അവർക്ക് വേണ്ടിയിട്ടല്ലേ എന്നിട്ട് നവ്യ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നേ. അത് കേട്ടതും ജയൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞാലൊന്നും അവള് നിൽക്കുമെന്ന് തോന്നില്ല അച്ഛാ. അവൾ അവളുടെ തോന്നിയാസോ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ പറഞ്ഞാലൊന്നും അവളിവിടെ നിൽക്കില്ല. അത് കേട്ടുകഴിഞ്ഞപ്പം അജയൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു മാർഗം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അവളെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ചന്തുമോളുടെ അച്ഛൻ അഭിയ എന്നുള്ള കാര്യങ്ങൾ അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവളെ നമുക്ക് വിലക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊന്നും അനുസരിച്ച് അവൾ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അതോടെ മുത്തശ്ശൻ പറഞ്ഞു, നോക്കട്ടെ, എന്ത് വേണം നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. ഈ സമയത്ത് അജയൻ പറഞ്ഞു, അച്ഛ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. എന്താടാ, എന്താ കാര്യം? അത് പിന്നെ ഗൾഫിലെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറയണേ. എന്ത് കാര്യമാടാ? അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അത് പിന്നെ അച്ഛ, ആദർശിനെ പോലീസ് പിടികൂടിയെന്ന്. പോലീസ് പിടികൂടുന്നോ? നീ എന്തൊക്കെയാടാ പറയണേ? ആദർശ് ഇപ്പൊ അവിടെ ഗൾഫിലെ ജയിലില്ലാന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടത് മുത്തശ്ശൻ ഞെട്ടി. എന്തൊക്കെയാടാ നിങ്ങൾ പറയണമെന്ന് ചോദിക്കാം. അതെ, ഇങ്ങനൊരു വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടോ എങ്ങനെയൊന്നും അറിയത്തില്ല. ഞങ്ങളെ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ചതി നടക്കാതെ ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ ആരെങ്കിലും നമ്മുടെ കമ്പനിയെ ചതിക്കാൻ നോക്കി കാണുമായിരിക്കും. ആ ചതിയുടെ പേരിലായിരിക്കും ആദർശ് ജയിലിലായിരിക്കുന്നത്. മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറയണം. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അത് വേണ്ടച്ച, അച്ഛന് വയ്യാതിരിക്കുന്നതല്ലേ, ഞങ്ങൾ പൊക്കോളാന്ന് പറയണം. അതൊന്നും ശരിയാകത്തില്ല, നിങ്ങൾ പോയാൽ ശരിയാകത്തില്ല. ഞാൻ പോകേണ്ട സ്ഥലത്ത് ഞാൻ തന്നെ പോണെന്ന് പറയണം. ഞാൻ കുറെ കാലം അവിടെ കഴിഞ്ഞല്ലേ, എനിക്കറിയാം അവിടുത്തെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാന്നൊക്കെ മുത്തശ്ശൻ പറയാണ്. പിന്നീട് മുത്തശ്ശൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ജയനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ മുത്തശ്ശന് ഈ സമയത്ത് വയ്യായികയുള്ള സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവുമെന്ന് അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മുത്തശ്ശന്റെ വയ്യായിക കുറഞ്ഞെന്നുള്ള കാര്യം മുത്തശ്ശനല്ലേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ആദർശിനെ എങ്ങനെയും രക്ഷിക്കുക, അത് മാത്രമായിരുന്നു ചിന്ത. ആ സമയത്ത് നയനെ കനക വിളിക്കുന്നുണ്ട്. കനക വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് ആദർശ് വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനകയെ ആശ്വസിപ്പിച്ചു. മോള് വിഷമിക്കൊന്നും വേണ്ട, അവിടുത്തെ തിരക്ക് കാരണമായിരിക്കും വിളിക്കാതിരിക്കുന്നതൊക്കെ പറഞ്ഞു. പിന്നീട് നവ്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ കനകയ്ക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല. കനക പറഞ്ഞു, അവളോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മോളെ ഞാനും ചിലതൊക്കെ വിളിച്ചു പറയും തോന്നേ. അവളുടെ ഇപ്പോഴത്തെ ഈ പോക്ക് ശരിയല്ല. അതെ, അനന്തപുരി കുടുംബത്തെ മൊത്തം നാണം കെടുത്താനാന്ന് തോന്നുന്നു അവൾ ഒരുങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് കനക കോട് കെട്ടിയെന്നെ. പിന്നീട് ഗോവിന്ദനോട് കാര്യങ്ങൾ പറയാണ്. ഗോവിന്ദേട്ടാ, നവ്യയുടെ പോക്ക് ശരിയല്ല. അവള് കുടുംബത്തെ മൊത്തം നാണം കെടുത്തുന്ന ലക്ഷണം കാണുന്നുണ്ട്. അവളെ വിളിച്ചൊന്ന് ഉപദേശിക്കണം. അവളോട് പറയണം കാര്യങ്ങളൊക്കെ, ഇനി ഇങ്ങനെ പോവരുതെന്നൊക്കെ. കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വലുതും ആകുമോ? നമ്മൾ പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. കനക പറഞ്ഞു, അനുസരിപ്പിക്കണം. അവിടെയാണ് നമ്മുടെ മിടുക്കെന്ന് പറഞ്ഞാലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഈ നയനമോളും ആ വീട്ടിലുള്ളവരൊക്കെ അവളെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ. അത് അവളുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് മാത്രം കരുതിയിട്ടാ. ആദർശാണ് ചന്തമോളുടെ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത്. അതും അവൾക്കൊരു നല്ല ജീവിതം ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് കരുതിയിട്ട്. ആദർശിന് വേണ്ട സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു നയനമോൾക്കും. എന്നിട്ടും അവളിപ്പോ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഗോവിന്ദേട്ടാ? എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകുന്നേ? നയനമോളും ആദർശമോനും പാവം ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. ആ സമയം ഗോവിന്ദൻ പറഞ്ഞു, നോക്കാം, നമുക്ക് എന്താണെങ്കിലും അവളോട് ഒന്നുകൂടെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. ആ സമയം കനക പറഞ്ഞു, എന്നാലും ആദർശമോനും വിളിക്കാത്ത എന്താന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവൻ വിളിക്കുന്നതാളെ നയനമോള് പറഞ്ഞേ. ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, തിരക്ക് കാരണമായിരിക്കും കരയെ വിളിക്കാത്തെ, എന്നാലും വിളിക്കും.
എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ നയനയ്ക്കാണെങ്കിൽ നല്ല ടെൻഷൻ കൂടി. ഇതുവരെയായിട്ടും ആദർശ് വിളിച്ചിട്ടില്ല. ഇനി എങ്ങനെ എന്താന്നും അറിയത്തില്ല. അപ്പോഴാണ് നയനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. നയന ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് അങ്ങേ തലയ്ക്കുന്നു. പറഞ്ഞു അതെ ഇങ്ങോട്ടേക്കൊന്നും പറയണ്ട, പറയുന്ന കാര്യം കേട്ടാ മതി എന്ന് പറയണ. അപ്പൊ ഗൾഫിലെ കോള് കണ്ടപ്പോ നയനെ ഓർത്തോണ്ടിരുന്നേ ആദർശനായിരിക്കും ഓർത്ത ചാടി കോൾ എടുത്തേ. പിന്നീടാണ് പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് ആദർശ് ഗൾഫിലെ ജയിലിലാന്ന് പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നയനയൊന്നും ഞെട്ടി. ഞാൻ നയനയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങേ തലയ്ക്ക് കോള് കട്ടായി. നയന ആകപ്പാടിൽ വെപ്രാളത്തിലായി പോയി. കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നയന നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.